ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ നടത്തി വരുന്നു. ഇതിലൂടെ നമ്മുടെ കരിയറിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ വഹാബ് സാർ ലിങ്ക് മാറി കയറിയതാണോ? സാറ് ട്രെയിനിങ്ങിന്റെ അല്ലേ, ട്രെയിനർ സ്റ്റോക്കിലല്ലേ വരുന്നത്? ഇത് നമ്മുടെ സൈക്കോളജി വെബിനാർ ആണ് കേട്ടോ. സാറിന്റെ ലിങ്ക് വിൻബിൾ ട്രെയിനിങ് എന്നുള്ള ഗ്രൂപ്പിലാവേ. ഓക്കെ സോ അത്തരത്തിൽ നമ്മൾ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എവരിബഡി കനോട്ട് ഗിവ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളതാണ്. നമുക്കറിയാം, അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ യാതൊരു ഉപാധികളും ഇല്ലാതെ ഒരു കണ്ടീഷൻസും വെക്കാതെ നമ്മൾ കൊടുക്കുന്ന ഒരു ലവ് ആണ്. എങ്കിൽ പലപ്പോഴും നമ്മളൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ എത്ര പ്യുവർ ആയിട്ടുള്ള, എത്ര കെയറിങ് ആയിട്ടുള്ള ലവ് കൊടുത്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണം അങ്ങനെ ആയിരിക്കില്ല, അല്ലെ? അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണ്? സൈക്കോളജി ഓഫ് ലവ് എന്താണ്? അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് സാറ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മുഹമ്മദ് റാഫി സാർ ആണ്. സാർ ഒരു എനഗ്രാം ട്രെയിനർ ആണ്, കൗൺസിലർ ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ എനഗ്രാമിന്റെ 5 days വർക്ക്ഷോപ്പ് സാർ നടത്തി വരുന്നുണ്ട്. സാറിന്റെ എനഗ്രാം വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത ഒരുപാട് പേരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അതിന് നെക്സ്റ്റ് ബാച്ച് 6th ബാച്ച് നമ്മൾ നവംബർ 26th സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഒരു വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിയ എല്ലാവരെയും നമ്മുടെ ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ടോപ്പിക് മനോഹരമായി ഡീൽ ചെയ്യുന്നതിന് വേണ്ടി റാഫി സാറെ ഏറെ സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഞാൻ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എന്നെ വെൽക്കം ചെയ്തതിന് നന്ദി. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ ഒത്തുചേർന്നിട്ടുള്ള എല്ലാവരോടും ആദ്യം ഞാൻ നന്ദിയിൽ നിന്ന് തുടങ്ങാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയാ, വലിയൊരു ടോപ്പിക്കാണ്, അങ്ങനെ തന്നെ പറയാം. കാരണം അൺകണ്ടീഷണൽ ലവ് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെ ഒരു ആഗ്രഹവും ഒരു ലക്ഷ്യമാണ് സ്നേഹിക്കപ്പെടുക, മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളതൊക്കെ. അത് പല രീതിയിൽ അല്ലെ, നമ്മൾ ജനിക്കുന്ന സമയം മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹം ലഭിക്കുന്നുണ്ട്. സ്നേഹത്തിലൂടെ തന്നെയാണ് ഓരോ കുട്ടിയും വളരുന്നത്. ഈ സമയത്തും പല രീതിയിലേക്ക് സ്നേഹങ്ങൾ കാരണങ്ങളാലും ചില എന്താ പറയാ റീസണബിൾ ആയിട്ടുള്ള സ്നേഹങ്ങളായിട്ടും, അതുപോലെ തന്നെ ചില ആളുകൾ സ്നേഹിക്കുന്നതിന് അവർക്ക് സ്നേഹിക്കാൻ കാരണങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു കണ്ടീഷൻ ഒന്നും ഇല്ലാതെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് അത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിമാൻഡും ഇല്ല, ആ വ്യക്തിയിൽ നിന്നും ഒന്നും റിട്ടേൺ പ്രതീക്ഷിക്കാതെ ഒരു മനുഷ്യന് ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്നേഹത്തെ നമുക്ക് അൺകണ്ടീഷണൽ ലവ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, കംഫർട്ടബിൾ ആണെങ്കിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, മാക്സിമം ഒരു ഏകദേശം ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം സംശയങ്ങൾ ചോദിക്കുന്നതായിരിക്കും ബെറ്റർ, ഇടയ്ക്ക് ചോദിക്കുന്നതിനേക്കാളും. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കേൾക്കാനും ഈ ഒരു കാര്യത്തെ കുറിച്ച് കേൾക്കാനും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഞാനിപ്പോ ആരെയും കാണുന്നതല്ല, എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ എനിക്ക് കുറെ കൂടെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പോ കേൾക്കുന്ന ആളുകളൊക്കെ ഒന്ന് റെഡി ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, റെഡി, യെസ്, ഓക്കെ. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും ഒന്നുകിൽ റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകളായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം രുചിച്ചിട്ടുള്ള ആളുകളുമായിരിക്കും.
നമ്മളിവിടെ ജസ്റ്റ് എന്താ പറയാ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു കാമുകി ഈ ഒരു കൺസെപ്റ്റ് മാത്രമല്ല. ഈ സ്നേഹബന്ധം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ ബന്ധങ്ങളും, മെയിൻലി നമ്മുടെ പാരന്റ്സുമായിട്ടുള്ള സ്നേഹബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ളത്, മറ്റു വ്യക്തികളുമായിട്ടുള്ളത്, പ്രണയിനിയുമായിട്ടുള്ളത്, അല്ലെങ്കിൽ കാമുകനുമായിട്ടുള്ളത്, ഇതെല്ലാം ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ടാവും. നമ്മുടെ ചുറ്റുപാടിൽ പൊതുവെ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, സാധാരണഗതിയിൽ ഒരു റിലേഷൻഷിപ്പിനെ എക്സാമ്പിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു യുവാക്കളിലൊക്കെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഈ ബ്രേക്കപ്പിനെ അവര് നേരിടുന്ന ആ ഒരു സാഹചര്യത്തിൽ ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് ഒരു ദേഷ്യമായിരിക്കും ഉണ്ടാവുക. എനിക്ക് ലാസ്റ്റ് കൗൺസിലിംഗ് വന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ ഇതേപോലെ എന്താ പറയാ, അവന് ജീവിതത്തിനോട് ഭയങ്കര ഒരു വാശിയും ഇതൊക്കെ തോന്നിയിട്ടുള്ളത് ബ്രേക്കപ്പിന് ശേഷമാണെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലവൻ കോട്ട് ചെയ്ത് പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്നെക്കാളും മുകളിലേക്ക് അവള് വളരുന്നത്, അല്ല ആ ഒരു പെൺകുട്ടി തന്നെക്കാളും മുകളിലേക്ക് വളരുന്നത് അവന് ഇഷ്ടമല്ല. അവൾ എടുക്കുന്നതിനേക്കാളും വലിയ ലെവലിലേക്ക് എനിക്ക് എത്തണം, എനിക്ക് കാണിച്ചു കൊടുക്കണം, അവരെ പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് അൺകണ്ടീഷണൽ ലവിന്റെ ഒരു പാർട്ട് അല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, അതായത് നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി ഇതിപ്പോ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് ഞാൻ എന്റെ സുഹൃത്തുമായിട്ട് പോയ സമയത്ത്, അവിടുത്തെ റമദയാണെന്ന് തോന്നുന്നു, അവിടുത്തെ ബിരിയാണി സ്പോട്ട്, ഞാൻ ഇവിടെ ബിരിയാണി കഴിക്കാൻ പോയി. അങ്ങനെ ബിരിയാണി കഴിക്കാൻ പോയിട്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരുന്നിട്ടുള്ളത് ഒരു പ്രായമായ മനുഷ്യനായിരുന്നു. എങ്ങനെ പോയൊരു 60 വയസ്സിന് മേലേക്ക് ഉണ്ടാവും എന്തായാലും. അപ്പോ പുള്ളിക്കാരൻ ഇങ്ങനെ നമ്മളെ നോക്കി നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോ ക്ലയൻസിനെ കുറിച്ചും പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരു ഫീൽഡ് എന്താണെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ പുള്ളിക്കാരന് അവിടുന്ന് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ നമ്മളോട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മളും പുള്ളിക്കാരനോട് ഇങ്ങനെ സംസാരിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ വൈഫ് എന്ന് പറയുന്നത് കിടപ്പിലാണ്. അതുപോലെ തന്നെ എവിടെയും പോകാനോ അല്ലെങ്കിൽ വൈഫുമായിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ വളരെ ലോ ആണ്. എക്സാക്ട്ലി പുള്ളിക്ക് പണ്ടൊരു അഫെയർ ഉണ്ടായിരുന്നു, അതായത് ഒരു പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, സോൾമേറ്റ് ആയിട്ടുള്ള, അവർ തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയമായിരുന്നു. അയാൾക്ക് അവളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, അവൾ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോ ഓരോ വ്യക്തിയും ഓരോ വ്യക്തികളെ കുറിച്ച് പറയുന്ന സമയത്ത് അവരുടെ ഫേസ് എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാവും, അവരതിന് കൊടുക്കുന്ന ഇമോഷൻ നമുക്ക് മനസ്സിലാവും. ആ പുള്ളിയുടെ വാക്കിൽ തന്നെ പുള്ളി അതിൽ എത്രത്തോളം ഇമോഷണൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ലൈഫ് പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വരും. ഓക്കെ, ഞാൻ അതേപോലെ ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞുതരാം. പുള്ളി ആ ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ള സമയത്ത് ഇവര് തമ്മിലുള്ള കല്യാണം നടക്കില്ല എന്ന് മനസ്സിലായി. 100% ഫാമിലിയുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല. ഈവൻ അവർ കല്യാണം കഴിക്കുകയാണെങ്കിലും ആ ഒരു പെൺകുട്ടിക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രണ്ടുപേരും പരസ്പരം ഒരു ധാരണയിൽ എന്ത് ചെയ്തു, ഞങ്ങൾ പിരിയാണ് ചെയ്തത്. എനിക്ക് അവളോട് വിദ്വേഷമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈഫ് ബെറ്റർ ആകുക എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. സങ്കടമുണ്ട്, വിഷമുണ്ട്, സ്വാഭാവികമായിട്ടും. നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമ്മളിൽ നിന്നും പോകുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കെട്ടിയെടുത്തിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷത്തിൽ നഷ്ടപ്പെടുന്ന സമയത്ത് അത് പെയിൻഫുൾ തന്നെയാണ്. അയാൾക്ക് അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹം കല്യാണം കഴിച്ച ഭാര്യ വളരെ ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നീട് പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നത് പോലെയാണ് അയാൾ ജീവിക്കുന്നത് പറഞ്ഞു. അയാളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, ഇവിടുന്ന് ബിരിയാണി ഒക്കെ കഴിക്കും. പിന്നെ അതുപോലെ തന്നെ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ചുമ്മാ ഇരിക്കും. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് അവരെ കണക്ട് ചെയ്യാറില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അവർ ഫ്രീ ഇപ്പോഴും ഉണ്ട്, വേറെ കല്യാണമൊക്കെ കഴിച്ച് അവർ സുഖമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. വല്ലപ്പോഴും കണ്ടാലായി അങ്ങോട്ട് പോയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുകയും അങ്ങോട്ട് പോയിട്ട് അവരോട് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും പഴയതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അവരെ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് അയാൾ നടത്താറില്ല. പക്ഷെ അയാൾ ഉള്ളിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ എക്സ് ലവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നുണ്ട്, മനസ്സുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിന്റെ സൈഡിൽ പോയിട്ട്, പുള്ളി ഭയങ്കര പറയുന്നത് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ എന്താ പറയാ, ഒരു വലിയൊരു ലവ് സ്റ്റോറി തന്നെയായിരുന്നു, ഭയങ്കര ഡീപ്പായിട്ട് പുള്ളി പറഞ്ഞത്. അങ്ങനെ പുള്ളി എന്ത് ചെയ്യും, കടൽ തീരത്തൊക്കെ പോയിട്ട് അവളെ ഇങ്ങനെ ചിന്തിച്ച് കുത്തിരിക്കും, ആ ഒരു ഓർമ്മകളിൽ ഇങ്ങനെ ജീവിക്കും. അങ്ങനത്തെ ഒരു വേറെ എന്താ പറയാ, നമ്മളിപ്പോ ചുറ്റുപാട് നടക്കുന്നതിനെ കുറിച്ചൊന്നും പുള്ളി ബോധമുള്ളല്ല. ഇന്നും അയാൾ മനസ്സുകൊണ്ട് എന്താ പറയാ, ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു ലോകത്ത് ഞങ്ങൾ ഒരുമിച്ചാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അയാൾ ജീവിക്കുന്നത്. ഈവൻ പാരത്രിക ലോകത്ത് ഞങ്ങൾ ഒരുമിക്കുന്നൊക്കെ പറഞ്ഞു. ഭയങ്കരമായിട്ടുള്ള ഒരു അനശ്വരമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തെ കുറിച്ചായിരുന്നു പുള്ളി നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര, എനിക്കും പേഴ്സണലി എനിക്കും ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു ആ ഒരു കഥ കേട്ട സമയത്ത്. പിന്നെ അതൊക്കെ പറഞ്ഞ് പുള്ളി പോയിട്ടുണ്ടായിരുന്നു. അതിനെ എനിക്കൊരു പരിധി വരെ അൺകണ്ടീഷണൽ ലവ് എന്ന് വിളിക്കാൻ പറ്റും.
ആ ഒരു പ്രണയത്തെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് എനിക്ക് വിളിക്കാൻ പറ്റും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയിൽ നിന്നും ഡിമാൻഡ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ. എക്സാക്ട് അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയപ്പെടുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത് പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ എങ്ങനെയാണെങ്കിലും അതെനിക്കൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്താലും അതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതേപോലെ തന്നെ നീ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ നിന്നെ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം. അതുപോലെ തന്നെ പിഴവുകള് സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് സംഭവിക്കാറുണ്ട്. പിഴവുകളും വീഴ്ചകളും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു പുള്ളി എങ്ങനെയാണോ ഉള്ളത്, ഓപ്പോസിറ്റുള്ള വ്യക്തി എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരവസ്ഥ. ദൗർബല്യങ്ങൾക്കും അതുപോലെ തന്നെ എന്താ പറയാ എല്ലാ കുറവുകൾക്കും ഒരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥ. റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാത്തൊരവസ്ഥ. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ഓക്കെ, ഇതാണ് അനശ്വരമായിട്ടുള്ള അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഓക്കെ, ഇനി ഇത് സാധാരണഗതിയിൽ എവിടെയൊക്കെ കണ്ടുവരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണഗതിയിൽ മാതാപിതാക്കളിലാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരാറുള്ളത്. അതായത് നമ്മുടെ ഉമ്മ, ഉപ്പ, ഓക്കെ, ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിവുള്ളവനാണെങ്കിലും നമ്മൾ ഇല്ലാത്തവളാണെങ്കിലും നമ്മൾ അവരുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. അതേപോലെ തന്നെ നമുക്ക് രൂപത്തിൽ എന്തെങ്കിലും ഭംഗി കുറവുകൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലുള്ള കുറവുകളും, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അവർ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താ പറയാ, സ്നേഹിക്കുന്നത്. അവർക്കെല്ലാം ഇനി എന്തൊക്കെ കുറവുകൾ ഉണ്ടായിക്കോട്ടെ, എന്റെ മകനാണെന്നുള്ള ഒരൊറ്റ ക്വാളിറ്റി മതി അവർക്ക് നമ്മളെ സ്നേഹിക്കാൻ. ഇത്തരം ഒരു സ്നേഹം എന്ന് പറയുന്നത് ലോകത്ത് ഒരു എന്താ പറയാ സ്നേഹത്തിനും തരാൻ കഴിയാത്ത ഒന്നാണെന്നുള്ളത് പറയുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് പറയുന്ന സമയത്ത് പാരന്റ്സിന്റെ സ്നേഹമാണ് ഏറ്റവും ഫസ്റ്റ് കോട്ട് ചെയ്യുന്നത്. മെയിൻലി നമ്മളിപ്പോ ഒരു അമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താ പറയാ, നമ്മളിപ്പോ പണ്ടൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവില്ലേ, കാക്കയ്ക്കും തൻ കുഞ്ഞു പൊൻകുഞ്ഞ്. അതായത് നമ്മളിപ്പോ കുയിലിനെ പോലെ ചിലപ്പോ ഭംഗിയുള്ള ശബ്ദം ഉണ്ടാവണമെന്നില്ല, ചിലപ്പോ പരുന്തിനെ പോലെ വലുതായിട്ട് പറക്കാൻ കഴിയണമെന്നുണ്ടാവില്ല, ചിലപ്പോ തത്തമ്മയെ പോലെ വലിയ ഭംഗി ഉണ്ടാവണമെന്നില്ല, കറുത്തതായിരിക്കും. പക്ഷേ അത് കാക്കയെ സംബന്ധിച്ചിടത്തോളം അത് പൊൻകുഞ്ഞാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ കാണാൻ കഴിയുന്ന, അപ്പൊ ഓരോ സൗന്ദര്യം എന്ന് പറയുന്ന സമയത്തും ഈ സ്നേഹിക്കപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് എത്ര രൂപത്തിൽ എത്ര ഭംഗിക്കുറവുണ്ടെങ്കിലും അവരുടെ കാഴ്ചയിൽ വരുന്നൊരു സൗന്ദര്യമുണ്ട്. അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് വളരെ ഭംഗി കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇനി വിരൂപനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടെ അവരുടെ കാഴ്ചപ്പാടിലുള്ള, അവരുടെ മനസ്സിലുള്ള ഒരു കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മനസ്സുകൊണ്ട് കാണുന്ന ഒരു ഭംഗിയുണ്ട്. അത് വല്ലാത്തൊരു ഭംഗിയാണ്. ഒരു ജാപ്പനീസ് അല്ല, വേറെ ഏതൊരു ലാംഗ്വേജിലുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. അതായത് ഒരു വികലാംഗനെ പോലെയുള്ള ഒരു വ്യക്തി അതേപോലെ തന്നെ ഒരു ടീച്ചറായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച ശേഷം ആ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, ഫൈനലി അയാളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതായത് ഒരു വ്യക്തിയുടെ ലൈഫിൽ അയാൾ പലതരത്തിലുള്ള കുറവുകളുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ ആ ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ ലൈഫിനെ ടോട്ടലായിട്ട് മാറ്റിയിട്ട് അയാൾ തിരിച്ച് അയാളുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ മാറ്റത്തോടു കൂടിയാണ് അയാൾ നാട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് നാട്ടുകാരും അയാളുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഇത്രയും വലിയൊരു മാറ്റം സംഭവിച്ചത്? കാരണം നീ ഒരിക്കലും, ഞങ്ങള് ജനിച്ചത് മുതൽ നിന്നെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും നിന്നെ ഇത്രത്തോളം മാറ്റാൻ സാധിച്ചിട്ടില്ല എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിൽ കണ്ണുള്ള ഒരുത്തിയാണ് എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയിട്ടുള്ളത്. അവൾക്ക് എന്നെ കാണാൻ സാധിച്ചു, അവൾ എന്നെ മാറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇതാണ് ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. മിക്കപ്പോഴും പൊതുവെ പറയാറുള്ളത്, ഇതിന്റെ കുറിച്ച് ഞാൻ ഇങ്ങനെ പഠിച്ച സമയത്ത് തന്നെ ഇതിൽ പറയുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പിൽ ചില റിലേഷൻഷിപ്പ് നീങ്ങുന്നുണ്ട് അവിടെ സ്പെഷ്യൽ ആയിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് വളരെ വിരളമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയബന്ധങ്ങൾ അല്ലെങ്കിൽ ലവ് കാണാറുള്ളത്. മിക്കപ്പോഴും നാച്ചുറലി കാണാറുള്ളത് ഈ പറയപ്പെടുന്ന മാതാവിലും പിതാവിലും ഒക്കെ ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും, ഇപ്പൊ നമ്മളിപ്പോ പല നാട്ടിലും കാണാറുണ്ടല്ലോ, ഇപ്പൊ ഒളിച്ചോടി പോയിട്ട് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അവരെ എതിർത്ത് പറയാ, പാരന്റ്സിനെ എതിർത്ത് പറയാ. ഇനി അവർക്ക് എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യും, ആ പാരന്റ്സ് അവരെ ഓടിയെത്തും. ഓക്കെ, അവിടെ ഫസ്റ്റ് എന്താ പറയാ ആ ഒളിച്ചോടി പോയ വ്യക്തിയെക്കാളും മുമ്പിൽ എത്തുന്നത് അവരുടെ പാരന്റ്സ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അതൊരു എന്താ പറയാ ഒരു സോളുമായിട്ടുള്ള ഒരു കണക്ഷൻ പോലെയാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇവിടെ ഉണ്ടാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ.
ഓക്കെ. അപ്പോ അതിൽ പറയുന്ന സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പാരന്റ്സിന്റെ കൂടെ എടുത്തു പറയേണ്ട വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. അത് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പാരന്റ്സ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ അങ്ങനെ കാണാറുണ്ട്, പിന്നെ വിരളമായിട്ടുള്ള പ്രണയ ബന്ധങ്ങളിൽ കാണാറുണ്ട്. മൂന്നാമത്തെ ഒരു പോയിന്റും കൂടെ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ഒരു കണക്ഷൻ, അത് ഒരു ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവ തുല്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് ആ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഉണ്ടാവാൻ പാടില്ലാത്ത പോയിന്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ അൺകണ്ടീഷണൽ ലെവൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ബൗണ്ടറീസ് കൊടുക്കുക എന്ന് പറയും. അതായത് നിബന്ധനകൾ കൊടുക്കുക. ഉദാഹരണത്തിന് നീ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യും, അതേപോലെ തന്നെ നീ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് നീ പോകരുത്, ഇതാണ് നിന്റെ ലിമിറ്റേഷൻ, ഇതാണ് നിന്റെ പരിധി, എനിക്ക് ഇങ്ങനെ നിന്നെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ ഒരാൾക്ക് ബൗണ്ടറീസ് കൊടുക്കുക, സ്നേഹത്തിന് അതേപോലെ തന്നെ കോൺവെർസേഷന് എല്ലാത്തിനും ബൗണ്ടറീസ് കൊടുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് അൺകണ്ടീഷണൽ ലവിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇല്ലാത്തൊരവസ്ഥയാണെന്ന് പറയാം. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ പെട്ടൊരു കാര്യമാണ് സ്വാതന്ത്ര്യം നിഷേധിക്കുക. അത് എന്താ പറയുക, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിപ്പിക്കൽ ഫാമിലീസിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് ഒരു ഭാര്യ ഒരു ഭർത്താവ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഭാര്യനെ കല്യാണം കഴിക്കുന്നു, ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് ഭാര്യയാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായേക്കാം. മേ ബി അവളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആവണമെന്നായിരിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് എന്താ പറയാ എന്തെങ്കിലും ഒരു തൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കാണിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കാം. നല്ല സംഗീതത്തിൽ കഴിവുള്ള ഒരു പെൺകുട്ടിയായിരിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അഭിരുചികൾ ഉണ്ടായിരിക്കും, ചിത്രത്തിലോ കലയിലോ സാഹിത്യത്തിലോ വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കാം. എന്നിട്ട് ഇദ്ദേഹം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ശേഷം അവരെ പുറത്തു വിടാതിരിക്കുക, ലൈക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അതായത് നീ എന്താ പറയാ, നമ്മളിപ്പോ പറയാറുണ്ടല്ലോ ഭാര്യ എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ സങ്കല്പമുണ്ട്. അത് നമ്മളുടെ ഒരു പഴയ കൾച്ചറാണ്. ഇപ്പൊ നമ്മള് ഇതിലേക്ക് വരുന്ന സമയത്ത് കണക്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരാശിയുടെ ഒരു പഴയ വർഷം എന്ന് പറയുന്നത് നമ്മൾ കാടുകളിലായിരുന്നു. കാടുകളിലായിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാണ് അവിടെ എന്താ പറയാ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് വേട്ടയാടിയിട്ട് എന്ത് ചെയ്യണം, ഒരു മൃഗത്തെ വേട്ടയാടിയിട്ടൊക്കെയാണ് ഒരു വലിയൊരു കുടുംബം, ഒരു സമൂഹം, ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നത്, ഭക്ഷണത്തിന് മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ മൃഗങ്ങളെ വേട്ടയാടാൻ പോകുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് സ്ത്രീകളെക്കാളും ശാരീരികമായിട്ടുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ കാര്യത്തിൽ പുരുഷന്മാർക്കായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് കുറെ കൂടെ എന്താ പറയാ ടെസ്റ്റോസ്റ്റെറോൺ അളവായിക്കോട്ടെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള കപ്പാസിറ്റി ആണെങ്കിലും വളരെയധികം കൂടുതലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പുരുഷന്മാരാണ് എന്ത് ചെയ്യാം, കാട്ടിൽ എന്ത് ചെയ്യാം, വേട്ടയ്ക്ക് പോവാം. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, പുരുഷന്മാർ വേട്ടയ്ക്ക് പോയിട്ട് കൊണ്ടുവരും. ഭാര്യ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നിൽക്കുന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യുക, ഈ കൊണ്ടുവരുന്ന സാധനത്തെ ഭക്ഷ്യയോഗ്യമാക്കുക, അതുപോലെ തന്നെ ഇതിന്റെ പരിപാടികൾ, കുട്ടികളെ പരിപാലിക്കുക, ഇത്തരം ഉത്തരവാദിത്തങ്ങൾ കൊടുക്കപ്പെട്ടു. ഓക്കെ. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നു, നാട്ടിൽ നിന്ന് നഗരത്തിലേക്ക് വന്നു, നമ്മളുടെ ലോകവും ജനറേഷനും എല്ലാം മാറി, ഇപ്പോഴും ഈ കൺസെപ്റ്റ് മാറിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാണ്, ബോർഡർ ലൈൻസ് കൊടുക്കുകയാണ്, നിബന്ധനകൾ കൊടുക്കുകയാണ്. നീ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, കണക്ട് ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ചെയ്യണം. ഒരാളുടെ ലൈഫിൽ ഏറ്റവും നമുക്ക് സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി, ഏറ്റവും വലിയൊരു നന്മ എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങള്, സ്വാതന്ത്ര്യങ്ങള് നമ്മൾ അതിന് കൊടുക്കുക. അതിന്റെ ഇഷ്ടത്തിന് എന്താ പറയാ സഞ്ചരിക്കാനുള്ള ഇത് കൊടുക്കുക. എനിക്ക് തോന്നുന്നില്ല ഒരു എന്തെങ്കിലും ഒരു പെറ്റിനെ വാങ്ങിയിട്ട് കൂട്ടിലിട്ടിട്ട് ഇങ്ങനെ കൂട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഒരു അൺകണ്ടീഷണൽ ലവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് എന്താ പറയാ, ഒരു പെറ്റിനോട് ഇമോഷണലി കണക്ഷൻ ഉണ്ടാവും, അതിനെന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു വലിയ രീതിയിലുള്ള ഒരു സ്നേഹമായിട്ട് എനിക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ തോന്നത്തില്ല. പക്ഷെ അതിനൊരു ഫ്രീഡം കൊടുക്കുകയും ആ ഒരു ഫ്രീഡത്തിൽ നിന്നും നമ്മളിലേക്ക് അത് കണക്ട് ചെയ്ത് വരുന്ന സമയത്തൊക്കെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വല്ലാത്തൊരു സ്നേഹബന്ധമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പെറ്റിനോടുള്ള ഒരു നല്ലൊരു സ്നേഹമായിട്ടൊക്കെ നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇല്ലാത്ത സ്നേഹം മാത്രം എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള, ഇപ്പൊ ഞാൻ പറയുന്ന ഇങ്ങനത്തെ ആളുകൾക്ക് ഒരിക്കലും ഓപ്പോസിറ്റുള്ള ഭാര്യയോട് സ്നേഹം ഉണ്ടാകില്ല എന്നൊന്നല്ല കേട്ടോ.
അവർക്ക് സ്നേഹം ഉണ്ടാകും. പക്ഷെ അവരുടെ സ്നേഹം ഒരിക്കലും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമല്ല. ഓപ്പോസിറ്റുള്ള വ്യക്തികൾക്ക് ബൗണ്ടറീസ് കൊടുത്തിട്ട് അവരുടെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിച്ചു കൊണ്ടുള്ള സ്നേഹങ്ങൾ അവർ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും, അവളുടെ ആഗ്രഹങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, അവർ അടുക്കളയിൽ ഒരു കുറഞ്ഞ ഒരു 4 മുറിയിലേക്ക് എന്ത് ചെയ്യും, അവർ കൊണ്ടുവരും. എല്ലാത്തിനെയും സ്വയം അടിച്ചമർത്താൻ തുടങ്ങും. അങ്ങനെ അവരെന്ത് ചെയ്യും, അവരുടെ ജീവിതകാലം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യുക, നിഷേധിക്കുന്ന ഒരവസ്ഥ. ഇതൊരു അൺകണ്ടീഷണൽ ലവ് ഉള്ള ഒരു വ്യക്തിയുടെ ഒരു പാറ്റേൺ അല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് തള്ളി പറയുന്ന പ്രവണത. ഇതിപ്പോ നമ്മളിപ്പോ ഒരാൾ പറയുന്ന സമയത്ത് അത് കേൾക്കുക പോലും ചെയ്യാതെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവാ ഇല്ലാതിരിക്കാം, ബട്ട് അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും ഉണ്ടാവണ്ടേ. അതായത് നമ്മളിപ്പോ എന്താ പറയാ, അതേപോലെ തന്നെ എല്ലാത്തിനെയും തള്ളി പറയുന്ന ഒരു സ്വഭാവം, കേൾക്കുക പോലും ചെയ്യാതെ തള്ളി പറയുന്ന ഒരു സ്വഭാവം, ഒറ്റപ്പെടുത്തുന്ന സ്വഭാവം, അവരുടെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തുക, ഇത്തരത്തിലുള്ള പ്രവണതകളൊന്നും അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയാനും പറ്റത്തില്ല. അതേപോലെ തന്നെ ഡീല് പോലെയുള്ള സ്നേഹബന്ധങ്ങൾ, ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ട് നമ്മളിപ്പോ പറയല്ലോ, ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ ഇങ്ങോട്ടുണ്ടോ എന്ന് അങ്ങോട്ടും ഉണ്ടാവും, ഇങ്ങോട്ടില്ലേ എന്ന് അങ്ങോട്ട് ഉണ്ടാവില്ല. ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു അവസ്ഥയും എന്താ പറയാ, ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല. ഇത് നാച്ചുറലി ഉണ്ടാക്കുന്നതോ ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല. ഇത് എന്താ പറയാ, ഓരോ വ്യക്തികളുടെ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്നതാണ്. അത് ഞാൻ ഫൈനലി പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ പറയുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്കുകൾ കാണിക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്തതിനുള്ള കണക്കുകൾ പറയുന്നത് പോലെ, ഞാൻ ഇന്നത് ചെയ്തു, ഇന്ന കാര്യം ചെയ്തു, ഇതാണ് ഞാൻ, അപ്പൊ നമ്മൾ ചെയ്തതിനൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്ന ഒരു പ്രവണത ഉണ്ടാവല്ലോ. നമ്മളെ എന്ത് ചെയ്യുക, എപ്പോഴും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത് പോലെയുള്ള ആ ഒരു പ്രവണത എന്ന് പറയുന്നത് അതൊരു അൺകണ്ടീഷണൽ ലവിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രവണത എന്ത് ചെയ്യില്ല, അൺകണ്ടീഷണൽ ലവിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള നിയന്ത്രണങ്ങള്, ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റങ്ങള്, ഇതൊന്നും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലെവല് ഉണ്ടാവില്ല. അപ്പൊ നമുക്കറിയാം, ഏകദേശം റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നല്ലൊരു ശതമാനം റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് അതിൽ പെടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അവർക്ക് പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവാം. ഇവിടെയൊക്കെ സ്നേഹമില്ല എന്നുള്ളതല്ല കേട്ടോ, സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷെങ്കിൽ അതൊരു അത്തരത്തിലുള്ള ഒരു സ്നേഹമല്ല എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ആർക്കൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്, ഏതൊക്കെ വ്യക്തികൾക്കാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളിൽ ഇത് കൂടുതലും കാണാറുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് പെട്ടെന്ന് സങ്കടം വരുന്ന, ഭയങ്കര ഫീലിങ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടാവില്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ എന്താ പറയാ, ഒരു ഈവൻ ഒരു പൂച്ച അവിടെ ഒരു സൈഡിൽ എങ്ങാണ്ട് അവശയായി കിടക്കുകയാണെങ്കിലോ അയ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നും. ആ അയ്യോ തോന്നുന്നതിന് പകരം എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സിമ്പതിനേക്കാളും എമ്പതി തോന്നുന്ന ആളുകൾ, ഇപ്പൊ എമ്പത്തറ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ എല്ലാത്തിനോടും ഭയങ്കരമായിട്ട് കരുണ തോന്നുന്ന, പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഇത്തരം ആളുകൾക്ക് എന്താ പറയാ, ഈ ഒരു പ്രവണത കൂടുതലായിരിക്കും. അൺകണ്ടീഷണൽ ലവ് ഉണ്ടാവാറുണ്ട്, ഇത്തരം ബിഹേവിയർ ഉള്ള ആളുകൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് എമ്പതി, സിമ്പതി, ഇത്തരത്തിലുള്ള കാരണങ്ങൾ. പിന്നെ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കിട്ടാതെ പോയ ആളുകൾ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ചൈൽഡ്ഹുഡില് എന്താ പറയാ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അവഗണനകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ് അവരുടെ ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്നേഹം കിട്ടുക എന്നുള്ളത് എന്താ പറയാ, നമ്മളിപ്പോ പറയല്ലോ, വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് അവർ കാണുന്നത്. താൻ സ്നേഹിക്കപ്പെടുക എന്നുള്ളതിന് അവർ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്, കാരണം അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, പാസ്റ്റിൽ ഈവൻ ചില സമയങ്ങളിൽ പാരന്റ്സിന്റെ അടുത്ത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പാരന്റ്സിന് ഉണ്ടാവും സ്നേഹം, പക്ഷെ അവരെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാസ്റ്റിൽ കിട്ടിയിട്ടില്ല. അപ്പൊ അവര് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഭാവിയിൽ എനിക്ക് വരുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നുമായിരിക്കാം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ഈ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാത്തവൻ അതിന്റെ വാല്യൂ അറിയല്ലോ. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത വ്യക്തികള്, സ്നേഹത്തിന്റെ വാല്യൂ മനസ്സിലാക്കിയ വ്യക്തികള്, എല്ലാ സ്ഥലത്തു നിന്നും കുറ്റപ്പെടുത്തലുകൾ മാത്രം കിട്ടിയിട്ടുള്ള കുറെ വ്യക്തികള്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവർക്ക് സ്നേഹം നന്നായിട്ട് കിട്ടണം എന്ന് ആഗ്രഹമുള്ള ആളുകളും, അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിൽ ഡിമാൻഡുകൾ വെക്കത്തില്ല. അവർക്ക് പ്രത്യേകിച്ച് ഒരു റിട്ടേൺ ആയിട്ടുള്ള വേണം എന്നുള്ളതോ, അവർക്ക് നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും, പക്ഷെ എല്ലാത്തിനെയും അവർ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കും. കാരണം പാസ്റ്റിൽ ഒരുപാട്
ഇത് ഇല്ലാത്തതായിട്ട് എന്താ പറയാ അവര് ഫേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, കിട്ടിയതിൽ സന്തോഷം കണ്ടെത്താനൊക്കെ ചിലപ്പോൾ അവർ ശ്രമിച്ചേക്കാം. ഇതിലൊക്കെ പേഴ്സണാലിറ്റിയും അയാളുടെ ബിഹേവിയർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ഒരുപാട് പാസ്റ്റിൽ അനുഭവങ്ങൾ ഞാൻ ഒരു പയ്യനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ്. അപ്പോ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനെ ഞാനിങ്ങനെ പരിചയപ്പെടും. നമ്മളെ സ്വാഭാവികമായിട്ട് മലയാളികളുടെ ഒരു ടേം എന്താണ്, ഇപ്പൊ ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും ഒരാളെ പരിചയപ്പെട്ടാൽ ആദ്യം എന്താ ചോദിക്കുക, പേരെന്താന്ന് ചോദിക്കും. അത് കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാ, ഇവിടുത്തെ ജോലി എന്താ നമ്മൾ ഓൾറെഡി വിസിബിൾ ആണല്ലോ. ആ സമയത്ത് നമ്മൾ ചോദിക്കും എവിടെയാ വീട്, നാട്ടിൽ എവിടെയാണ്, നിങ്ങൾ എവിടെയാ വീട്, ഇവിടെ തന്നെയാണോ, ഓക്കെ, അങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ. അതേപോലെ തന്നെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാനും സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് വീടില്ല. ഞാൻ പറഞ്ഞു വീടില്ലേ, നിങ്ങൾ വാടക വീട്ടിലാണോ? എനിക്ക് വാടക വീടില്ല. അവനെ സംബന്ധിച്ചിട്ട് അവനൊരു ഓർഫനാണ്. ഓക്കെ, അവന് പാരന്റ്സ് ഇല്ല, അവന്റെ പാരന്റ്സ് ആരാന്ന് അറിയത്ത് പോലും ഇല്ല. ആരാണ് അവന്റെ പാരന്റ്, അവന്റെ അമ്മ ഏതാന്ന് അവൻ അറിയില്ല. അവന് അവന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരുപാട് സംസാരിച്ച സമയത്ത് അവൻ എന്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അത്രേ, എടാ നീ എന്തൊരു ലക്കിയാണ്, നിനക്ക് എന്തൊരു ഫ്രീഡം ആയിരിക്കും, ആരും നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. അതായത് നീ എന്ത് ചെയ്താലും നിന്നെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത്, എവിടെയാ നീ ഉള്ളത്, ഇങ്ങനെ ചോദിക്കാനൊന്നും നിനക്ക് ആരും ഇല്ലല്ലോ. അപ്പൊ നിനക്ക് ഭയങ്കര ഫ്രീഡം ആയിരിക്കും, നിനക്ക് എന്തും ചെയ്യാം, എവിടെയും പോകാം, എവിടെയും ജീവിക്കാം, നല്ലൊരു നീ ഒരു ഫ്രീ ബേർഡ് ആണെന്നൊക്കെ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് നമുക്ക് ഉള്ളവനെ ഇതിങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന്. അതായത് ഇതൊക്കെ ഉള്ളവനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ, ഇല്ലാത്ത ഒരുത്തിനും എന്ത് ചെയ്യില്ല, അത് അംഗീകരിക്കുക അങ്ങനെ പറയില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ പറയാ, ഒരു ഇപ്പോ ഇവൻ ഷോപ്പിൽ തന്നെ ഒരു കുട്ടിയും ഒരു പാരന്റും വരുന്ന സമയത്ത് തന്നെ അവൻ അത് വല്ലാതെ മിസ് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അതായത് ഒരു പാരന്റ്സ് ഇങ്ങനെ ഒരു കുട്ടീനെ എടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കുമ്പോൾ ഓരോ സാധനങ്ങളും കാണിച്ചു കൊടുക്കുമ്പോൾ കൂടെ കൈപിടിച്ച് ഇങ്ങനെ കൂടെ കൊണ്ടുവരുമ്പോഴൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണ്ടാകുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് വല്ലാത്തൊരു മിസ്സിങ് ആണ്. അവൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു തോന്നലാണ്. അപ്പൊ ഈ അവസ്ഥയിലൂടെയൊക്കെ ഫേസ് ചെയ്തു പോകുന്ന ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിനിൽ നടക്കുന്ന ഒരു വയറിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന ഒരു പേരാണ് PTG എന്ന് പറയും. അതായത് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ട്രോമ, സ്ട്രഗിളിങ്, അതുപോലെ തന്നെ ചിലപ്പോ ചില ആളുകൾ ഫേസ് ചെയ്തിട്ടുള്ളത് ദാരിദ്ര്യം. ദാരിദ്ര്യം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നട കയ്യിൽ കാശില്ല എന്ന് പറയുന്ന ആ ഒരു ദാരിദ്ര്യം എന്നല്ല കേട്ടോ. അതികഠിനമായിട്ടുള്ള ദാരിദ്ര്യം ഫേസ് ചെയ്തിട്ടുള്ള ആളുകള്, ഒരുപാട് ലൈഫിൽ റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുള്ള ആളുകള്, അത് ശാരീരികമായിട്ടുള്ള കുറവുകൾ കൊണ്ടായിരിക്കാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വേറെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള സഫറിങ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകള്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രോമയിലൂടെ കടന്നു പോയതിനു ശേഷം ഇവരിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈഗോ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഓക്കെ, ഇതിൽ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈഗോ എന്ന് പറയുന്ന ഒരു പാർട്ട് സ്ലോ ഡൗൺ ആവും. അതായത് വളരെ ഇങ്ങനെ കുറഞ്ഞൊരവസ്ഥ, ഇവർക്ക് ഒന്നിനും ഈഗോ ഉണ്ടാവില്ല. ഇവർക്ക് എന്താ പറയാ, എല്ലാത്തിനോടും ഒരു കരുണയും എല്ലാത്തിനോടും ഭയങ്കര ഒരു വാല്യൂവും, പ്രത്യേകിച്ച് സ്നേഹത്തിനോടൊക്കെ ഇവർക്ക് അതിയായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും. ഇവർക്ക് കൂടുതൽ എമ്പതി ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, എമ്പതി എന്ന് പറയുന്ന സമയത്ത് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എമ്പതി ഉണ്ടാവും. അതേപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാത്തിന്റെയും മൂല്യം, ഓരോ കാര്യത്തിന്റെയും വ്യക്തികളുടെയും റിലേഷൻഷിപ്പിന്റെയും, ഇപ്പൊ ബ്രദർ, സിസ്റ്റർ, അതേപോലെ തന്നെ ഫാമിലി, ഗ്രൂപ്പ്, ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ വാല്യൂ ഇവർ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്താ പറയാ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടാവും. അതായത് എന്താ പറയാ, ട്രോമ കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അവരിലൊരു ഗ്രോത്ത് ഉണ്ടാവും, മെന്റലി അവരിലൊരു ഗ്രോത്ത് ഉണ്ടാവും. ഈ ഗ്രോത്ത് അവരിൽ എന്ത് ചെയ്യും, എമ്പതി കൂട്ടും. എമ്പതി കൂട്ടുകയും അവരുടെ ഈഗോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സോഫ്റ്റ് ഡൗൺ ചെയ്യുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, അവർ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് അവർ വരത്തില്ല. ആരെയും അവർക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല. ഈവൻ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ജീവിയെ പോലും അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, വേദനിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അവര് വളരെയധികം അഡ്ജസ്റ്റീവ് ആയിരിക്കും. ഒരു വാശി ഉണ്ടാവില്ല, എനിക്ക് ഇത് തന്നെ വേണമെന്നോ, എനിക്ക് ഇങ്ങനെ വേണമെന്നോ, ഇതുപോലെ വേണമെന്നുള്ള വാശി അവർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർ കോംപ്രമൈസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവര് എല്ലാ കാര്യങ്ങളും ഹോൾഡ് ചെയ്യും. അവർ അവരുടെ പ്രശ്നങ്ങളെ വലുതാക്കി കാണില്ല. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ പാസ്റ്റില് എന്താ പറയാ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും നേരിട്ട ഒരു വ്യക്തിക്ക് ഫ്യൂച്ചറിൽ കല്യാണം കഴിച്ചിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുമ്പോൾ അയാൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്, പാസ്റ്റിൽ ഞാൻ ഫേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല. അപ്പൊ അവരത് എന്ത് ചെയ്യില്ല, ബാധിക്കത്തില്ല. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ചില ആളുകൾ പറയാറുണ്ടല്ലോ
കല്ല് പോലെയുള്ള മനുഷ്യർ എന്നൊക്കെ. പക്ഷെ അവരുടെ ജീവിതം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരെ കല്ലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ എന്താ പറയാ, ഇവർക്കുണ്ടാകുന്ന മറ്റൊരു അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് ഓരോ സിറ്റുവേഷൻസ് കാണുമ്പോഴും ഓരോ ദയനീയമായിട്ടുള്ള വ്യക്തികളെ കാണുമ്പോഴും അവരുടെ പാസ്റ്റുമായിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ട് അവർ എന്ത് ചെയ്യും, കണക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹൈ ആയിട്ടുള്ള എമ്പതി ഉണ്ടാവും. ഓക്കെ, ഹൈ ആയിട്ടുള്ള എമ്പതിയും അതേപോലെ എമ്പതി എന്ന് പറയുന്ന സമയത്ത് കരുണ, ഈ ഒരു അവസ്ഥ അവർക്ക് വല്ലാതെ ഉണ്ടാവും. എല്ലാത്തിനോടും ഭയങ്കരമായിട്ടുള്ള ഒരു കരുണ, തന്നെ എന്താ പറയാ, എല്ലാ വ്യക്തികളെയും വളരെ സിമ്പിൾ ആയിട്ട് കാണുന്നത് പോലെയുള്ള ഒരവസ്ഥയിലേക്ക് അവർ വരുന്നുണ്ടാവും. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ഇംഗ്ലീഷിൽ ഇങ്ങനെയൊക്കെ പറയും, എന്താ പറയാ, പോസ്റ്റ് ട്രോമ ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് മലയാളത്തിൽ, ശുദ്ധ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജീവിതത്തിലെ കഠിനമായ അവസ്ഥകൾ ഒരു മനുഷ്യനെ എന്ത് ചെയ്യാണ്, മാറ്റുന്ന ഒരവസ്ഥയാണ്. അതായത് മെന്റലി ഒരു മനുഷ്യനെ മാറ്റുന്ന ഒരവസ്ഥയാണ്. അവൻ ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യത്തില്ല, അവൻ എന്ത് ചെയ്യും, കുറെ കൂടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, റൂൾസ് ഉണ്ടാവില്ല, ഡിമാൻഡ്സ് ഉണ്ടാവില്ല. അവർ നഷ്ടങ്ങളെയും എല്ലാ വേദനകളെയും താൻ ആയിട്ട് എന്ത് ചെയ്യുക, ഉൾക്കൊള്ളാൻ അവർ തയ്യാറാണ്. പക്ഷെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി എപ്പോഴും സേഫ് ആയിട്ടിരിക്കണം. അവരെ എപ്പോഴും എന്ത് ചെയ്യാം, സ്നേഹിക്കുക. തന്നെ ഉപേക്ഷിക്കപ്പെട്ടവരോട് പോലും, അതായത് തന്നെ എന്താ പറയാ, അവോയ്ഡ് ചെയ്ത ആളുകളോട് പോലും കരുണ തോന്നുന്ന ഒരു തലത്തിലേക്ക് എന്ത് ചെയ്യും, അവര് വളരാൻ തുടങ്ങും. ഇതൊരു ഒരു ഹ്യൂമാനിറ്റീന്റെ ഒക്കെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു അവസ്ഥയാണ്. അത്തരം ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയങ്ങളിലൊക്കെ ഇവർക്ക് ഹൈ ആയിട്ടുള്ള ഹ്യൂമാനിറ്റി ആയിരിക്കും. അവർ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാൻ ധരിക്കും. ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഗഫൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പുള്ളി പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതില് ഒരു ചെറിയ പയ്യൻ, ഒരു ചെറിയൊരു കുട്ടി, എന്താ പറയാ, നമ്മളുടെ ഈ ഒരു ക്യാമ്പില് വേറൊരു കുട്ടിക്ക് ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മരിച്ചു എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും ആ കുട്ടി ബ്ലഡ് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ബ്ലഡ് കൊടുക്കാൻ തയ്യാറാവുകയും എന്നിട്ട് എന്താ പറയാ, അതിനു മുമ്പ് എന്റെ ഉമ്മാനെ കാണണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വാശി പിടിക്കുന്ന ഒരു കഥയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുട്ടിയുടെ ഒരു തലത്തിലേക്ക്, അപ്പൊ ആ ഒരു കുട്ടിയുടെ ഒരു ചിന്ത എങ്ങനെയായിരിക്കും, അത്രയും ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യാം, ഒരു മനുഷ്യൻ ഇവൻ വളർന്നിട്ടുണ്ടെങ്കിലും, അവൻ വളർന്ന് വളരെ വലുതായി, വളരെ മെച്യൂർഡായി, നമ്മളെ പോലെ ചിന്തിക്കാനൊക്കെ കഴിവായി, എന്നിട്ടും ഒരു മനുഷ്യൻ അങ്ങനെ ആ തരത്തില് ആ ഒരു കുട്ടിയൊക്കെ ചിന്തിച്ചതുപോലെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ ലൈഫാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവനെ അങ്ങനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ പട്ടാളക്കാര്, അപ്പൊ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ട്രെയിനിങ് ക്യാമ്പ് എന്നൊക്കെ പറയുന്നത്, നമ്മളിപ്പോ എന്താ പറയാ, സാധാരണ വലിയ വലിയ കമ്പനികൾ കൊടുക്കുന്ന പോലെയുള്ള AC ഇരുത്തിയിട്ടുള്ള പ്ലാനിങ്ങോ അല്ലെങ്കിൽ അവിടെയുള്ള ട്രെയിനിങ്ങോ ഒന്നും ആയിരിക്കില്ല. വളരെ എന്താ പറയാ, ബുദ്ധിമുട്ടേറിയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. എനിക്ക് ഇതേപോലെ ഒരു ആർമിയിൽ വിളിക്കുന്ന ഒരു പയ്യൻ എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനൊക്കെ ഒരുപാട് അവന്റെ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങുകളാണ്. ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കാതെ, ഇപ്പൊ നോമ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാറില്ലേ? ഇപ്പോ രാവിലെ മുതൽ എന്ത് ചെയ്യും, ഈവനിങ് വരെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രീ ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ആർഭാടമായിട്ട് കഴിക്കാം. ഒരു സമയത്ത് നമുക്ക് എന്താ പറയാ, ഈ ഒരു ആർഭാടമായിട്ടുള്ള കഴിക്കുക എന്നുള്ള ആ ഒരു ചിന്ത ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത്രയും നേരം വിശപ്പ് കടിച്ചു പിടിച്ച് നിർത്താൻ സഹായിക്കും. പക്ഷെ അങ്ങനെ പോലും കഴിയാതെ വളരെയധികം ഇത് പറയുന്ന പറയാ, ഇങ്ങനെയൊക്കെ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യും, ഈ ആർമിയിലൊക്കെ ഉള്ള ആളുകളെ പരിശീലിപ്പിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വളരെ ചെറിയ ഫുഡുകൾ, അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഒരു കുറെ ദിവസങ്ങളിലേക്ക് എന്ത് ചെയ്യും, കൺസിസ്റ്റന്റ് ആയിട്ട് കുറഞ്ഞ അളവിലുള്ള ഫുഡ് കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഹൈ ആയിട്ടുള്ള എന്താ പറയാ, എനർജി അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വെള്ളം കുടിക്കുന്നതിൽ അടക്കം ഒരു കൺട്രോൾ കൊണ്ടുവന്നിട്ടൊക്കെ അങ്ങനെ കഷ്ടതകളൊക്കെ അനുഭവിച്ച് എന്താ പറയാ, ആർമിയിലൊക്കെ ട്രെയിനിങ് എടുത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ വന്നിട്ട് എന്താ പറയാ, ഒരു ദിവസം നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഹർത്താലൊക്കെ വന്നിട്ട് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കഴിക്കുന്നതൊന്നും അവനൊരു മാറ്ററേ ആയിരിക്കില്ല. അവൻ അതും ഒരു ലാവിഷ് ആയിരിക്കും. അല്ലെ, നമ്മളൊക്കെ കൊറോണ ഒക്കെ വന്ന സമയത്ത് വല്ലാതെ നമ്മളൊക്കെ ലൈഫിൽ ഇന്നേവരെ ആരും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അനുഭവമാണ് കൊറോണ വന്ന ആ ഒരു സമയത്തൊക്കെ. അപ്പൊ അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ മാനസികമായിട്ട് വലിയ സമ്മർദ്ദങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടേക്കുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം ആയതുകൊണ്ടാണ്. നമ്മൾ ലൈഫിൽ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, എല്ലാം ഒരു പ്രയാസമായിട്ട് തോന്നാം.
ഓക്കെ. പക്ഷെ നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തഴകിയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബ്രെയിനും അതേപോലെ തന്നെ അവന്റെ ബിഹേവിയർ ഒക്കെ വളരുന്നത് അത്തരത്തിലായിരിക്കും. ഈ ബ്രെയിൻ എന്ന് പറയുന്ന സമയത്ത് മെയിൻലി പേഴ്സണാലിറ്റി. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലി ഇവിടത്തേക്ക് വരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിലേക്കാണ്. ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു പാർട്ടാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇതിൽ ഓരോരുത്തരുടെയും വ്യക്തിത്വവും വളരെയധികം സ്വാധീനിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. രണ്ട് കുട്ടികൾ രണ്ട് ഫാമിലിയിലാണ് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ. ഒരു കുട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, എ എന്നും പേര് കൊടുക്കാം, ഒരു കുട്ടിക്ക് ബി എന്നും പേര് കൊടുക്കാം. രണ്ട് കുട്ടികളും ജനിക്കുന്നത് അതിദാരിദ്ര്യത്തിലാണ്. രണ്ട് കുട്ടികളും ഫേസ് ചെയ്യുന്നത് എന്ത് ചെയ്യാണ്, അതിയായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ്. ഓക്കെ. ഈ സാഹചര്യത്തിൽ രണ്ട് കുട്ടികളുടെയും പേഴ്സണാലിറ്റി രണ്ട് രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും, ഇവര് രണ്ട് രീതിയിലേക്ക് സ്പ്ലിറ്റ് ആവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടതകളും ഇതും ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് തന്നെ ആരൊക്കെയോ തല്ലുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, ഇവിടെയൊക്കെ പ്രതികരിക്കാതെ ശാന്തനായിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഒരു കുട്ടി വളർത്തിയേക്കാം. ഈ വളർത്താൻ അവനെ സ്വാധീനിക്കുന്നത് അവന്റെ ബിഹേവിയർ ആണ്. ഓക്കെ. രണ്ടാമത്തെ ഒരു ബി എന്ന് പറയുന്ന കുട്ടിയിലേക്ക് വരുന്ന സമയത്ത് ബി എന്ന് പറയുന്ന കുട്ടി അങ്ങനെയല്ല. ബി എന്ന് പറയുന്ന കുട്ടി കുറച്ചും കൂടെ വയലന്റ് ആണ്. ഈ ഒരു കുട്ടി ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു തരം വെറിയാണ്, ഒരു തരം ദേഷ്യമാണ്. ഈ ഒരു കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഓപ്പോസിറ്റ് നന്നായിട്ട് ജീവിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് ഒരു തരം ദേഷ്യം തോന്നാൻ തുടങ്ങും. ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് അവരൊക്കെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവരിൽ നിന്നും അപഹരിക്കാം. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് തിന്നാൻ തുടങ്ങും. ആ ഒരു കുട്ടി എന്ത് ചെയ്യും, തനിക്ക് കിട്ടാത്തത് എന്താണോ അത് മറ്റുള്ളവരിൽ നിന്നും മോഷ്ടിക്കാൻ എന്ത് ചെയ്യും, ആ ഒരു കുട്ടി തയ്യാറാവും. പിന്നീട് എന്ത് ചെയ്യും, ആ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. ക്യാഷ് ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡിൽ എന്തും ചെയ്യാന്നുള്ള ഒരു മൈൻഡിലേക്ക് ആ കുട്ടി പോയേക്കാം. അങ്ങനെ ആ ഒരു കുട്ടി എന്താ പറയാ, ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആ ഒരു കുട്ടി എത്തിയേക്കാം. ഇൻ ഫ്യൂച്ചർ എന്താ പറയാ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അൺകണ്ടീഷണൽ ലവ് പോയിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലവ് പോലും ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെന്നില്ല. എല്ലാത്തിനെയും ഒരു പുച്ഛവും എല്ലാവരോടും ഒരു ദേഷ്യവും എല്ലാത്തിനെയും ആ ഒരു മെന്റാലിറ്റിയിൽ കാണുന്ന ഒരു തരത്തിലേക്കും ഒരാൾ വളരാം. അതായത് പ്രതിസന്ധികൾ എല്ലാവരെയും ഒരുപോലെ വളർത്തില്ല. ഓക്കെ. അതും ഒരു പോയിന്റ് ആണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഒരേ പ്രതിസന്ധി വന്ന ആളുകൾ തന്നെ പല രീതിയിലേക്ക് മാറാം. ഈ പ്രതിസന്ധികളൊക്കെ വന്നതിന് ശേഷം എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ചില പാരന്റ്സ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ താൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് എന്താ പറയാ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, അത് കുട്ടികളെയും പഠിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓവറായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണതകളൊക്കെ കാണുന്നുണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ പെൺകുട്ടികളെ ആണെങ്കിലും ഇപ്പോ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ചു പറയാണ്, ഉമ്മ എനിക്കിവിടെ ഭയങ്കര പ്രയാസമാണ്, എനിക്കിവിടെ നടക്കൂ, എനിക്ക് എന്താ പറയാ ഞാൻ എന്താ പറയാ സഹിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാല് ഉമ്മക്ക് പോലും പറ്റൂല കേൾക്കാൻ എന്ന് പറയും. പറയും കേക്ക്, ഞാൻ പറയുന്നു, ഞാൻ കേട്ടോളാം എന്നൊക്കെ പറയും. അപ്പൊ ആ പെൺകുട്ടി പറയുന്ന സമയത്ത്, എടി നീയൊക്കെ എന്റെ ലൈഫ് കേട്ടിട്ടുണ്ടോ, ഞാനൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല. അല്ലെ, നമ്മൾ കമ്പയർ ചെയ്യാണ് നമ്മളുമായിട്ട്. ചില സമയത്ത് ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു പ്രവണത കൂടെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരിക്കലും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ജനറേഷൻ ഗ്യാപ്പ്, ഓരോരുത്തരുടെയും ബിഹേവിയർ, ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യം ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അന്ന് നടന്ന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് ജഡ്ജ് ചെയ്യാനും പാടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി മാറാം. മനസ്സിലായോ? എല്ലാത്തിനെയും എന്താ പറയാ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ഇല്ലാത്തൊരു തരത്തിലേക്ക് വരാം. ഈ പാസ്റ്റിലുള്ള ട്രോമ എക്സ്പീരിയൻസിൽ എന്താ പറയാ അനുഭവിച്ച ആളുകളിൽ തന്നെ എല്ലാം സഹിച്ച് ഭയങ്കര എമ്പത്തറ്റിക് ആയിട്ട് അത്തരത്തിലേക്ക് ബിൽഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതിൽ പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സണാലിറ്റിയിൽ തന്നെ ഞാനിപ്പോ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളുടെ എനിഗ്രാമിന്റെ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോഴ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിൽ പെട്ട ഒരു 2 പേഴ്സണാലിറ്റീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇവരെന്താ പറയുക, ഇവരുടെ ഒരു ബിഹേവിയർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഹോൾഡ് ചെയ്യും. ഇവർക്ക് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവരതൊക്കെ സഹിക്കാൻ തയ്യാറാണ്. ടോട്ടൽ പേഴ്സണാലിറ്റിയിൽ തന്നെ എല്ലാ പേഴ്സണാലിറ്റീസിനും ലോകത്ത് ഏതൊരു മനുഷ്യനും ഏറ്റവും നന്നായിട്ട് ഒരു പാർട്ട്ണർ ആക്കാൻ പറ്റുന്ന ഒരു ബിഹേവിയർ ആണ് ഇവരുടേതെന്ന് എനിഗ്രാം തന്നെ പറയുന്നുണ്ട്. ആ ഒരു പേഴ്സണാലിറ്റീന്റെ
ആ ഒരു മെത്തേഡിൽ തന്നെ പറയുന്നുണ്ട് ഇവരെല്ലാവർക്കും പറ്റുന്ന ഒരു പാർട്ട്ണറാണ്. കാരണം ഇവരെ പോലെ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളൊരു പെറ്റിനെ വാങ്ങുന്നത് പോലെ ആയിരിക്കും. അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, അവര് നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവും. കാരണം അവരുടെ ബിഹേവിയർ അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റിൽ കുറെ ട്രോമകളും കൂടെ ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് അവർ വരാം. അവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഇവരെന്താ പറയാ, അങ്ങോട്ടേക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് എന്താണോ വേണ്ടത് അവരവരെ കണ്ടറിഞ്ഞ് ചെയ്യും. ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരത് കോംപ്രമൈസ് ചെയ്യും. അവർ അഡ്ജസ്റ്റീവ് ആണ്. എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവർ വാശി പിടിക്കത്തില്ല. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നു, അപ്പൊ നിനക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഡ്രസ്സ് ഉണ്ടല്ലോ, വേണമെന്നില്ല, ഇനിയിപ്പോ നിങ്ങക്ക് പൈസ ഒക്കെ ഉണ്ടോ, എന്തിനാ കഷ്ടപ്പെട്ടൊക്കെ ഡ്രസ്സ് ഒക്കെ എടുക്കണോ, കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഡ്രസ്സൊക്കെ ഇല്ലേ, അതൊക്കെ പോരെ, ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ചില പാരന്റ്സിനൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പോ അവർക്ക് ഇങ്ങനെ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ വേണമെന്ന് വാശിയില്ല, അവർ കോംപ്രമൈസ്ഡ് ആണ്. അതേപോലെ തന്നെ അവർക്ക് ഷെയറിംഗ് മെന്റാലിറ്റി വളരെ കൂടുതലാണ്. ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്റെ കയ്യിൽ ഇപ്പൊ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരുന്ന സമയത്ത് ഈ വീട്ടിലുള്ള ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം തന്നെ അവിടെ തികച്ചില്ല, എന്നാലും അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഭക്ഷണങ്ങൾ എടുത്തിട്ട് വരുന്ന അതിഥികളെ നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്യും. നന്നായിട്ട് അവരെന്ത് ചെയ്യും, അവരെ നന്നായിട്ട് ഭക്ഷണം കൊടുക്കും. കഴിക്കുക, അകത്ത് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, ഒന്നും ഉണ്ടാവില്ല, എന്നാലും പറയും അകത്ത് ഒരുപാട് ഭക്ഷണമുണ്ട്, ഞങ്ങൾക്ക് എന്താ പറയുക ഇപ്പൊ കഴിച്ചേ ഉള്ളൂ, അപ്പൊ എന്താ പറയാ നിങ്ങൾ കഴിക്കട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ ഇപ്പൊ നമ്മൾ പറയും ഇങ്ങനെ ചെയ്യുന്ന സമയത്തും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു എന്നാൽ അവർ കയറി വന്നല്ലോ, ആർക്കും ഭക്ഷണം ഇല്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും. എന്നാൽ ഇവർക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. മറ്റുള്ളവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്റെ പങ്ക് പോലും മറ്റൊരാൾ ഷെയർ ചെയ്തിട്ട് അത് കഴിക്കുന്നത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ എത്രത്തോളം ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണെന്നുള്ളത്. കാരണം ആ ഒരു പേഴ്സണാലിറ്റീനെ കോട്ട് ചെയ്യുന്നത് ഈ ഡോഗുമായിട്ടാണ്. ഡോഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. അതായത് അത്രത്തോളം നമ്മളിപ്പോ പറയാറുണ്ടല്ലോ, ഒരു നമ്മുടെ ഒരുപാട് പെറ്റ്സ് ഉണ്ടെങ്കിലും വീട്ടിൽ കാവല് നിൽക്കുന്ന പെറ്റ് എന്ന് പറയുന്നത് ഡോഗ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പൂച്ചേനെ ഒരുപാട് പെറ്റ്സിനെ വീട്ടിൽ വളർത്തിയാലും എന്താ പറയുക, ഒരു മടിയും കൂടാതെ ആ ഒരു ഗേറ്റിന്റെ അടുത്ത് പോയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കുക, മറ്റുള്ളവരെ കെയർ ചെയ്യുക. ഇപ്പൊ ഞാൻ ചില ഡോഗ്സിനെ കണ്ടിട്ടുണ്ട്, അതായത് മറ്റ് പെറ്റ്സിനെയൊക്കെ അവർ കെയർ ചെയ്യും. വീട്ടിലുള്ള മറ്റ് പെറ്റ്സിനെയൊക്കെ അവരെന്ത് ചെയ്യും, ഒരു സെക്യൂരിറ്റിനെ പോലെയാണ് അവർ പ്രവർത്തിക്കുക. അപ്പോ ആ ഒരു ഡോഗുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ വേറൊരു ആനിമലുമായിട്ട് അവരെ കമ്പയർ ചെയ്യുന്നത് പെലിക്കൺ ആണ്. പെലിക്കൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ പ്രതിരൂപമായിട്ട് കാണിക്കുന്ന ഒരു പക്ഷിയാണത്, പെലിക്കൺ എന്ന് പറയും. നമ്മുടെ ഇവിടെ മൈസൂർ സൂവിലൊക്കെ ഉണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കൊക്കിൻ്റെതായ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ഇതിൽ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഫുഡ് സേവ് ചെയ്തിട്ട് തന്റെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നുള്ളതാണ്. അത് എന്താ പറയാ, കഠിനമായിട്ടുള്ള ഒരു അവസ്ഥ വന്ന സമയത്ത് തന്റെ ബ്ലഡ് എന്താ പറയാ, തന്റെ ബ്ലഡ് കൊത്തിയിട്ട് മുറിവേൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു, ആ ബ്ലഡ് കൊടുത്തിട്ട് തന്റെ മക്കളുടെ ജീവൻ രക്ഷിച്ച ഒരു കഥയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഉള്ള ചില മനുഷ്യരുണ്ട്. അപ്പൊ ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവർക്ക് നോ പറയാൻ അറിയത്തില്ല. ഓക്കെ, ഇവർക്ക് ആരടുത്ത് നോ പറയാൻ അറിയത്തില്ല. അവരെന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും, അവരെങ്ങനെങ്കിലൊക്കെ അത് ചെയ്തു കൊടുക്കും. ഇനി നമ്മളിപ്പോ ഒരു പൈസക്ക് ചോദിക്കുകയാണ്, എടി നിന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടാവുമോ, നീ ഒന്ന് തിരിക്കാൻ, ഞാനിപ്പോ 2 ദിവസം കൊണ്ട് തരും, ഞാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പൊ അവർ ഇമോഷണലി അവർ കൊണ്ടുപോകും. അവർക്ക് അവരെ പെട്ടെന്ന് അവരുടെ അടുത്ത് ആകെ കുറച്ച് പൈസയേ ഉള്ളൂ, അവരെവിടെന്നെങ്കിലും റോൾ ചെയ്യാൻ പറ്റുന്നൊരു, ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ കേട്ടോ, അവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവർ ഒപ്പിച്ചു കൊടുക്കും. ചിലപ്പോ ഈ വ്യക്തി ചിലപ്പോൾ അയാളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം, അങ്ങനെ പറ്റിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവർ ഒരുപാട് ആളുകളെ കബളിപ്പിക്കുക, ഒരുപാട് ആളുകൾ ഇവരെന്ത് ചെയ്യുന്ന, ഇവരെ യൂസ് ചെയ്യുക. ഇപ്പൊ ചില ആളുകളുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഇപ്പൊ കറിവേപ്പിലയെ പോലെ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നത് പോലെ ഇവരെ കൊണ്ട് എന്ത് ചെയ്യും, യൂസിന് മാത്രമായിട്ട് ഇവരെ കൊണ്ടു നടക്കും. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ പോലും ഉണ്ട്. അപ്പൊ സമൂഹത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരിക്കലും നല്ല ആളുകളല്ല. ഈ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ആളുകളെ പോലും ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു എന്താ പറയാ, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോ സ്കൂളിലും കോളേജിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും അവർ കോളേജ് ലൈഫിന്റെ ഒരു ഡ്യൂറേഷൻ മനോഹരമാക്കാൻ വേണ്ടി മാത്രം പ്രണയിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവരെ കൊണ്ട് നടക്കണമെന്നോ ഒരു താല്പര്യമില്ല. അവർ ഓൾറെഡി മൈൻഡിൽ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെയാണ്. പക്ഷെ ഓപ്പോസിറ്റുള്ള വ്യക്തി അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവര് ലൈഫ് ലോങ് ഉള്ള ഒരു പ്ലാൻ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് കോളേജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഓക്കെ നമ്മളുടെ എനിക്കൊരു കല്യാണമൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും. പക്ഷെ ഇവന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവരെന്തെങ്കിലും ഒന്നും അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ പിന്നാലെ നയിക്കാനോ, ഒന്ന് കുറച്ച് ചോദിച്ചേക്കാം, കുറെ റിക്വസ്റ്റ് ചെയ്തേക്കാം, പിന്നാലെ എന്താ പറയാ സങ്കടപ്പെട്ടേക്കാം, പക്ഷെ അവരെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവനെല്ലാം പേരിട്ട് എന്ത് ചെയ്യും,
ഇങ്ങനെ സഹിച്ചിങ്ങനെ ജീവിക്കും, കഷ്ടപ്പെട്ട് എല്ലാ പെയിനും ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യും, അതിങ്ങനെ ജീവിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പോലും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ അങ്ങനത്തെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് ഓൾറെഡി അവരുടെ മൈൻഡിൽ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ദിസ് ഇസ് നോട്ട് ഫോർ ലോങ് ടൈം. പക്ഷേ ഇവരങ്ങനെയല്ല ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ വേണ്ട ഒരു വ്യക്തിയാണെന്നുള്ള മൈൻഡിലാണ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഫിക്സ് ചെയ്ത ഒരാള് പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന പ്രതിസന്ധി, പ്രയാസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയാ worst ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. ഇതേപോലെ തന്നെ അടുത്തൊരു പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നയൻ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി. നയൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ഓക്കെ, ഇവര് ഭയങ്കര പേഷ്യൻസ് ഉള്ള ആളുകളാണ്, എല്ലാം സഹിക്കും. അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ ടൂനെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. ഇവരും എല്ലാം ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ്, ഒന്നും എക്സ്പ്രസ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഇവരെന്താ പറയാ, തനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒന്നും അധികം ഇല്ലെങ്കിലും ഓപ്പോസിറ്റ് വ്യക്തികളെ കേൾക്കാൻ ഇതാക്കാനൊക്കെ തയ്യാറാവും. അപ്പൊ അവരും ഇതും എന്താ പറയാ ഭയങ്കര ഫിയർ ഉള്ള ആളുകളാണ്. ഓപ്പോസിറ്റ് ആളുകളെ കുറിച്ചിട്ട് ഭയങ്കര കൺസേൺ ആണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ എന്ത് ചെയ്യും, തന്നെ നോക്കി കാണും. ഈ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നിനും ഒരു ധൈര്യം ഉണ്ടാവില്ല. ഇനി അങ്ങനെ ചോദിച്ചാൽ അവരെന്നെ എന്തെങ്കിലും പറയോ, പേടി കാരണം അവരെന്ത് ചെയ്യില്ല, ഒന്നും പ്രതികരിക്കില്ല. അപ്പൊ എല്ലാവരും അവരുടെ സന്മനസ് കൊണ്ട് തന്നെ ആവണമെന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഫിയർ കാരണം എന്ത് ചെയ്യില്ല, ഇവരാരെയും ഒന്നും ചെയ്യാൻ പോകത്തില്ല, ഒന്നും ചോദിക്കാൻ പോകത്തില്ല. ഇവരെല്ലാത്തിനെയും എന്ത് ചെയ്യും, സഹിച്ചിങ്ങനെ നിൽക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രവണത ഉള്ള ആളുകളും ഉണ്ട്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നയനും ടൂവിനൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവര് തന്നെ എനിഗ്രാമില് ഇതിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിലേക്ക്. അപ്പൊ ഇവരും പല രീതിയിലേക്ക് ഡൈവേർട്ട് ആകാം. അപ്പോ ഈ ഒരു ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റീസിന്റെ ഒക്കെ ഒരു കോർ എന്ന് പറയുന്നത് ഇവർക്ക് ഉണ്ടാകുന്ന ഇവരുടെ ഇമോഷൻ ആണ്. അപ്പൊ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മൾക്ക് ഉണ്ടാകുന്ന എമ്പതിയും സിമ്പതിയും ഇതൊക്കെ മറ്റുള്ളവർ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അൺകണ്ടീഷണൽ ലവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പീരിയൻസ് ചിലപ്പോ നിരന്തരമായിട്ട് പരാജയങ്ങൾ നിരന്തരമായിട്ട് ഏറ്റുവാങ്ങി ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവര് തന്നെ അങ്ങ് തീരുമാനിക്കും ഇനി ആരും എന്ത് ചെയ്യണ്ട, വിശ്വസിക്കണ്ട, ആരെയും ട്രസ്റ്റ് ചെയ്യാത്ത അവസ്ഥയിലേക്കും അവർ പോയേക്കാം. ഓക്കെ, അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലേക്കും ഈ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഒക്കെ പോകാന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇതിൽ പറയുന്ന ഒരു സ്പിരിച്വൽ അവേക്കിംഗ് റെസ്പോൺസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടുകളിലും ഒക്കെ എല്ലാം കടന്നുപോയ വ്യക്തികളാണെങ്കിലും എന്തൊക്കെയോ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെങ്കിലും അവരെന്താ പറയുക, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേയിലേക്ക് അവർ കടക്കുകയാണ്. അവർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലോകം എന്ന് പറയുന്ന ഒരു അവസ്ഥയെയും അതുപോലെ തന്നെ ആളുകളും എല്ലാം അവർ ഉപേക്ഷിച്ച് അവരുടെ ഈഗോയെയും എല്ലാത്തിനെയും മാറ്റി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്താ പറയാ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലേക്ക് വരണം കേട്ടോ. ആക്ട് ചെയ്യുന്നതല്ല, അവിടെ വന്നു എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്ന ആളുകളല്ല. പക്ഷേ എക്സാക്ട്ലി അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാഴ്ചപ്പാടുകൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇവർ കാണുന്ന രീതി, നമ്മൾ പറയാറുണ്ടല്ലോ, അവൻ തെറ്റുകാരനാണെന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുന്ന എല്ലാവരും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവർ അവരിലെ മനുഷ്യന്റെ ദയനീയമായിട്ടുള്ള മുഖം കാണാൻ ശ്രമിക്കും. ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് അവർക്ക് നോക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ ഇതൊക്കെ പറ്റുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെയധികം പ്രാക്ടീസിലൂടെ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എനിഗ്രാമിന്റെ എക്സാമ്പിൾ പറയുന്ന പോലെ തന്നെ എനിഗ്രാം എന്ന് പറയുന്നത് തന്നെ വളരെ കാലപ്പഴക്കമുള്ള ഒരു കൺസെപ്റ്റ് ആണ്, വളരെയധികം പഴക്കമുള്ള കൺസെപ്റ്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ സൂഫിസത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കൺസെപ്റ്റ്. സൂഫിസത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിൽ നിന്നൊക്കെ കൺവേർട്ട് ചെയ്ത് വന്നതാണ്. അപ്പൊ അന്നുണ്ടായിരുന്ന സന്യാസിമാര് അതുപോലെ തന്നെ ഇപ്പൊ ഈ ബുദ്ധാസ് ഇത്തരം കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവത്തെ എന്താ പറയാ ഒന്നിലേക്ക് ആകർഷ്ടമാക്കാൻ, ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആകർഷ്ടമാക്കാൻ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു എനിഗ്രാം പോലെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഹിസ്റ്ററീസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ വിസിബിൾ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തലത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ ഈ ഒരു എന്താ പറയാ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയാ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല. ഞാൻ പറയാണ് ഇതേവരെ അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയെ നാളെ മുതൽ അങ്ങനെ ആക്കണം, പോസിബിൾ അല്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു സ്വിച്ച് ഇടുന്നത് പോലെ എന്താ പറയാ എന്റെ പോസിറ്റീവ്നെസിന്റെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, എന്താ പറയാ അൺകണ്ടീഷണൽ ലവിന്റെ സ്വിച്ച് അങ്ങ് ഓൺ ആക്കാം. അങ്ങനത്തെ ഒരു സ്വിച്ച് ഒന്നും നമുക്കില്ലല്ലോ, നമ്മുടെ റോബോട്ട് ഒന്നും അല്ല. നമ്മൾ എന്താ പറയാ ഹ്യൂമൻസ് ആണ്. ഹ്യൂമൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്രെയിനിലുള്ള വയറിങ്സിന് അനുസരിച്ചാണ് നമ്മൾ ബിഹേവ് ചെയ്യുക.
ഈ വയറിംഗ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങനെ മാറാൻ പറ്റും. ഈ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ മാറാൻ പറ്റിയേക്കാം. അങ്ങനെ ഉണ്ടല്ലോ, ഒരു കോപ്പി മെക്കാനിസം ഉണ്ടല്ലോ നമ്മളില്. എന്താ പറയാ, നമ്മളിപ്പോ നമുക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന്റെ സ്വഭാവമൊക്കെ ചിലപ്പോൾ നമ്മളിലേക്ക് വരും. അയാൾ സംസാരിക്കുന്ന രീതി ചിലപ്പോൾ നമ്മളിലേക്ക് വരും. അതേപോലെ ഒരു കോപ്പി മെക്കാനിസം ഉണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാം. അതായത് ഓപ്പോസിറ്റിലെ വ്യക്തി ഭയങ്കരമായിട്ട് എന്താ പറയാ അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ ചിലപ്പോൾ അങ്ങനെ മാറിയേക്കാം. നമ്മുടെ ഒരു വയറിംഗ് ഒക്കെ ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ആകും. ഇതും എന്താ പറയാ ഒരു പ്രോമിസോ അല്ലെങ്കിൽ അങ്ങനെ മാറുന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ല. ബൈ ചാൻസ് അങ്ങനെ മാറിയേക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയാ, നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ സംഭവിക്കാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് അവനൊരു വേർപാട് ഉണ്ടായെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഈ അടുത്തോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പോ അവനൊരു വേർപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തുടർന്ന് അവൻ കാണുന്ന ആളുകളിലെല്ലാം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയെ കാണുന്നത് പോലെ അവനിൽ എന്ത് ചെയ്യാം, ഒരു എമ്പതി വളരാം. ഓക്കെ, അങ്ങനെ ഒരു എമ്പതി വളരുന്ന സമയത്ത് അവൻ എല്ലാത്തിനും എന്ത് ചെയ്യും, കുറച്ചും കൂടെ ശാന്തമായിട്ട് കാണാൻ ശ്രമിക്കും. ഒരു നഷ്ടം ഒരു വ്യക്തിയെ എന്ത് ചെയ്യും, ഒരു ലൈഫിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ലോസ് ഒരു മനുഷ്യനെ മാറ്റും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള വലിയ മുറിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതങ്ങനെ മാറ്റാൻ പറ്റും. ആരുമില്ലാതെ വളർന്ന ആളുകള്, ശാരീരികമായിട്ടുള്ള കുറവുകളുള്ള ആളുകള്, അതിന്റെ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകള്, ഇവരൊക്കെ അങ്ങനെ മാറാം. ഓക്കെ, അപ്പൊ ഇതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നത്. ഇത് പലപ്പോഴും നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പാത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ആകും. ഇനി എന്താ പറയാ, ഒരു കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്താ പറയാ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവന്റെ ആ സ്വഭാവം ഇല്ലാതാവാനും കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി സ്വാധീനിക്കാം. അപ്പൊ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം വളർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആ ഈ നമ്മൾ ഈ കണ്ടീഷണൽ ലവിൽ നിന്ന് മാറി അൺകണ്ടീഷണൽ ലവിലേക്ക് വരാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, ആ പോയിന്റ്സ് ഞാനിപ്പോ പറയാൻ പോവാണ്. ഞാനത് പറയാം. ഓക്കെ 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 ദെൻ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ? ഇതേ ഡൗട്ട് തന്നെ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ എനിവേസ് എന്തായാലും ഞാൻ ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. നമുക്ക് എന്ത് ചെയ്യാം, ഹൗ ടു ലേൺ, എങ്ങനെ നമുക്കിത് പഠിക്കാം, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, നമ്മളിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് നമുക്ക് എങ്ങനെ മാറാം എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് നമ്മളെ സ്വയം തിരിച്ചറിയുക, നമ്മുടെ വീക്ക്നെസ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്തൊക്കെയാണ് നമുക്കുള്ള കുറവുകൾ? നമുക്ക് ചിലപ്പോൾ ഒരുപാട് കുറവുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ കുറവുകളെ കുറിച്ച് അവെയർ ആകുന്ന ഒരു വ്യക്തിക്ക് മാറ്റത്തിന് വിധേയനാക്കാൻ കഴിയുള്ളൂ. എന്റെ കുറവുകളെ അവെയർ ആകുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഞാൻ ഇന്ന കുറവുകളുള്ള വ്യക്തിയാണ്, എന്റെ ഒരു ആറ്റിറ്റ്യൂഡില്, എന്റെ ഒരു റിലേഷൻഷിപ്പില്, എന്റെ സംസാരത്തിലൊക്കെ ഇത്തരത്തിലുള്ള കുറവുകൾ എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതെന്ത് ചെയ്യാം, ഞാൻ തന്നെ അവെയർ ആകുക ഇങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അങ്ങനെ അവെയർ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ പോയിന്റ്, സെൽഫ് ലവ് നമുക്ക് വളർത്താൻ പറ്റും. നമ്മളോടുള്ള ഒരു സ്നേഹം നമുക്ക് വളർത്താൻ പറ്റും. അങ്ങനെ നമ്മളോടുള്ള ഒരു സ്നേഹം നമ്മൾ വളർത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളുകളെയും അതുപോലെ സ്നേഹിക്കാൻ പറ്റും. നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എമ്പതി സിമ്പതി എല്ലാവരിലും ഉണ്ടാവും. ഈ ഒരു എമ്പതിയെ നമ്മൾ എന്ത് ചെയ്യുക, വളർത്താൻ ശ്രമിക്കുക. നമ്മൾ കൂടുതലും ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരാളെ എന്താ പറയാ ജഡ്ജ് ചെയ്യാതെ, എന്താ പറയാ നമ്മളിപ്പോ ഒരാളെ വിലയിരുത്താതെ എന്ത് ചെയ്യുക, കാണുക ശ്രമിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, എല്ലാവരോടും ഒരു എമ്പതി തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പറയല്ലോ, നമുക്കൊരു അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയുന്നത് ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ്. അതായത്
നമുക്കിപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് ആളുകളോട് നമുക്ക് വിദ്വേഷങ്ങൾ ഉണ്ടാവാം, ചില ആളുകളോട് നമുക്ക് വെറുപ്പുണ്ടാവാം, ചില വിഭാഗങ്ങളോട് നമുക്ക് വെറുപ്പുണ്ടാകാം. അങ്ങനെ മനുഷ്യരിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ നമുക്ക് വെറുപ്പുള്ള ഒരുപാട് വിഭാഗങ്ങളും ആളുകളും ഉണ്ടാവാം. ഇതൊക്കെ നമ്മൾ റിലീസ് ചെയ്യണം ആദ്യം. ഓക്കെ, ഇതൊക്കെ റിലീസ് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത്തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ കുറവുകളൊക്കെ മാറ്റിയിട്ട് നിങ്ങളിൽ എമ്പതി വളർത്തുക. നമ്മളെ തന്നെ ഒന്ന്, നമ്മുടെ ഉള്ളൊന്ന് കഴുകുക എന്ന് പറയാം സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറയല്ലോ, നമ്മളെ നന്നാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നന്നാവാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള സംസാരങ്ങൾ കുറക്കുക. 4ാമത്തെ പോയിന്റ് ആണ്. ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള സംസാരങ്ങളായിക്കോട്ടെ, ചിന്താ രീതികളായിക്കോട്ടെ, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക, പരിശീലിക്കുക. നമ്മൾ എല്ലാവരെയും നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അവൻ അതുകൊണ്ടാണ് ചെയ്തത്, ഓക്കെ, ഇവന് എന്താ പറയാ, ഇതിനിപ്പോ എന്നെ എനിക്ക് മെസ്സേജ് അയച്ചില്ലേ, അവൻ എന്തോ ഒരു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവൻ മെസ്സേജ് അയച്ചത്. അതേപോലെ തന്നെ ഈ ആൾ എന്നെ ഇങ്ങനെ ചെയ്യുന്നില്ലേ, ഇങ്ങനെ നോക്കുന്നില്ലേ, ഇതിനൊക്കെ അയാൾക്ക് എന്തൊക്കെ ഇന്റൻഷൻ ഉണ്ട്. ഒരാളെ ജഡ്ജ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരാളെ നമ്മൾ വിലയിരുത്തുക, ജഡ്ജ് ചെയ്യുക, ഈ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ റിലീസ് ഇറ്റ്. നിങ്ങൾ ആ സ്വഭാവത്തെ റിലീസ് ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ പതുക്കെ പതുക്കെ മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യാൻ ഒന്നും കൂടെ പറയാണ്. ഓക്കെ, മനസ്സുകൊണ്ട് മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദെൻ നമുക്ക് വരുന്ന പെയിൻസ്, ബുദ്ധിമുട്ടുകള്, ഓപ്പോസിറ്റ് വ്യക്തിയിൽ നിന്ന് വരുന്ന പെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഉൾക്കൊള്ളുക, അത് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ആളുകളെ കുറ്റപ്പെടുത്തുകയും ഞാൻ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞിട്ട് സ്വയം സ്ട്രെസ് ആവുകയും ചെയ്യാതെ ഇതിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക, പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. പെയിനിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാകണം. ഒരുപാട് പ്രഷറുകളും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഒറ്റപ്പെടുത്തലുകളും വിട്ടുപോകലൊക്കെ ഉണ്ടാവും. പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുക, ആ പെയിന് നമ്മളെ മാറ്റും. ഓക്കെ, ഒരു പെയിനിന് നമ്മൾ ഒരുപാട് മാറ്റാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിബന്ധനകള് നിയന്ത്രിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതെന്ത് ചെയ്യരുത്, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. മറ്റൊരാൾക്ക് ഫ്രീഡം കൊടുക്കാൻ പഠിക്കുക. അത് നമ്മൾ ചെയ്യാത്ത പക്ഷം നമുക്ക് ഒരിക്കലും ഇങ്ങനെ മാറാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരാൾക്ക് ഫ്രീഡം കൊടുക്കാൻ പഠിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യേണ്ടത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, പേഷ്യൻസ് വളർത്തുക എന്നുള്ളതാണ്. ക്ഷമ വലിയൊരു പാർട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരാൾക്ക് ക്ഷമിക്കുക എന്നുള്ളത്, ഒരാളോട് പേഷ്യൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്, ക്ഷമ ശീലിക്കുക. എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ പറയല്ലോ, എങ്ങനെയൊക്കെ ക്ഷമ ഇതാക്കിയാലും നമുക്ക് ചില സമയത്ത് നമുക്ക് ക്ഷമ കിട്ടൂല. പ്രാക്ടീസ് ചെയ്യണം. അവിടെ നമ്മൾ ക്ഷമ എന്ത് ചെയ്യണം, ശീലിക്കണം, ശാന്തത പരിശീലിക്കണം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് നമുക്ക് വരാൻ തുടങ്ങും. നമുക്ക് കുറെ കൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകും. ദെൻ തെറ്റുകൾ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പോസിറ്റിലെ വ്യക്തിയെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. കാരണം ആ ഒരു സമയത്തായിരിക്കും ആ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യുക, ആ ഒരു മുറിവേൽക്കപ്പെട്ട വ്യക്തിയെ കുറ്റപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യുക, ചേർത്ത് നിർത്തുക. ഇത് റിലേഷൻഷിപ്പിൽ മാത്രമൊന്നുമല്ല കേട്ടോ, പറഞ്ഞ പോയിന്റുകളൊക്കെ എൻ്റെ നമ്മുടെ ലൈഫിൽ, ഈവൻ പാരന്റിങ്ങിൽ അടക്കം. നിങ്ങളൊരു പാരന്റ്സ് ആണെങ്കിൽ കുട്ടികളോട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ അടക്കം, കാരണം നിങ്ങൾ കുട്ടികളെ ഡീൽ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അവരിൽ ഈ ഒരു സ്വഭാവം ഉണ്ടാക്കിയേക്കാം. അപ്പൊ അവരെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹിക്കുന്ന ഒരു തരത്തിലേക്ക് വളർത്തണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇത് ഉണ്ടാവണം. നിങ്ങൾക്ക് ഇത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, പരിശീലിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരെയും നമ്മുടെ ചുറ്റുപാടിനെയും പഠിക്കുകയും അതേപോലെ തന്നെ നമ്മളിലുള്ള ഈഗോയെയും കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കുകയും മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ച് ആകുന്നുണ്ടാവും, നമ്മുടെ ഈഗോ ഒക്കെ പോകുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ പുതിയൊരു മനുഷ്യരാകുന്നുണ്ടാവും. ദെൻ ഫൈനലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും പറ്റണമെന്നില്ല. ഞാൻ നേരത്തെ പേഴ്സണാലിറ്റി സൈക്കോളജിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിൽ ഒരുപാട് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ടോക്സിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർക്കൊന്നും പെട്ടെന്ന് ഇങ്ങനെ മാറാൻ പറ്റണമെന്നില്ല. എപ്പോഴും ജഡ്ജ്മെന്റൽ ആയിട്ട് എല്ലാത്തിനെയും കാണുന്ന ആളുകളുണ്ട്. ഭയങ്കര എന്താ പറയാ, എല്ലാത്തിനെയും എന്താ പറയാ, നമ്മളിപ്പോ പറയാറുണ്ടല്ലോ, സാമൂഹ്യ നീതിയെ ഉൾക്കൊണ്ടുകൊണ്ട് കാണുക, നീതി ന്യായം എന്നുള്ളതിനെ വേർതിരിച്ച് പറയുക, ഓരോരുത്തർക്കും ലിമിറ്റേഷൻസ് കൊടുക്കുന്നത്, ബോർഡർ ലൈൻസ് ഫിക്സ് ചെയ്യുക,
ചില ആളുകളുടെ സ്വഭാവത്തിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്. ഇത്തരം ആളുകൾ പെട്ടെന്ന് അങ്ങോട്ട് മാറുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ എനിഗ്രാമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എനിഗ്രാം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി സൈക്കോളജിയാണ്. രണ്ടാമതെന്ന് വെച്ചാല് നമ്മൾ എങ്ങനെ മാറും എന്നുള്ളതിന്റെ ഒരു ഉത്തരാണ്. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം തരികയാണെന്നുണ്ടെങ്കിൽ, അതായത് 253 356 നമ്മൾ ഗുണിക്കുന്ന സമയത്ത് എത്രയാണ് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതിന് നമ്മളൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ ഒരു ഗുണന പട്ടികയൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു ടൂള്. ഇതേപോലെ നമ്മുടെ ബിഹേവിയറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൂളാണ് എനിഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, എനിഗ്രാം മാത്രമല്ല 16PF ഇതേപോലത്തെ ഒരു ടൂളാണ്. അപ്പൊ ഇതുപോലുള്ള ടൂളുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ വീക്ക്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ എന്തൊരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് വരുന്നത്. അതായത് ഞാൻ അതിന് ഉദാഹരണപ്പെടുത്തിയിട്ടുള്ളത് കോടതിയിലൊക്കെ ഉള്ള ഒരു ജഡ്ജി ഉണ്ടാവില്ലേ, കോടതിയിലൊക്കെ സാധാരണ ജഡ്ജി ഉണ്ടാവുമല്ലോ, ജഡ്ജിയുടെ സ്വഭാവം അതായത് സൈലൻസ് ആയിരിക്കണം, ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ എന്താ പറയാ നിങ്ങൾ റെസ്പെക്ട് കീപ്പ് ചെയ്യണം, മര്യാദ കീപ്പ് ചെയ്യണം. അതേപോലെ കോടതിയിലുള്ള നിയമങ്ങൾ എന്താ പറയാ നിരന്തരമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു ജഡ്ജി, ഒരാൾ എണീറ്റ് നിന്ന് അനധികൃതമായിട്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈൻ, നിനക്ക് 500 രൂപ ഫൈൻ, അവിടെ ഇരുന്നോ, പുറത്തു പോയിട്ട് അവിടെ നിൽക്ക്, കോടതിയിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ ചെയ്യ്. ഇങ്ങനെ ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ള ഒരു ജഡ്ജി, ഇദ്ദേഹം കോടതിയിൽ അങ്ങനെ കർക്കശക്കാരനായാൽ എന്ത് ചെയ്യും, ഓ ജഡ്ജി ആണെന്നുള്ള രീതിയിൽ എല്ലാവരും പരിഗണിക്കും. ഇതേ ജഡ്ജി വീട്ടിൽ പോയിട്ട് ഇതേപോലെ പറഞ്ഞാലോ, ഇതേ പ്രവർത്തനം, ഓക്കെ, മിണ്ടാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കരുത്, നീ സംസാരിക്കുമ്പോൾ നീ സംസാരിക്കാൻ പാടില്ല, ഒരാൾ സംസാരിക്കല്ലേ, നീ എന്തിനാ അവിടെ സംസാരിക്കുന്നേ, ഇവിടെ എന്തിനാ നീ നിൽക്കുന്നേ, ഈ സംസാരം വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ചിലപ്പോ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കേട്ട് നിൽക്കും. കുറെ വലുതാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവര് തന്നെ പറയും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾ ഇത് എവിടെയാ, അങ്ങനെ ചോദിക്കാൻ തോന്നും, അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോ ഇത്തരം ബിഹേവിയറുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടത്തിന് അങ്ങനത്തെ ആളുകളെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇവരെയൊക്കെ എന്താ പറയാ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതേപോലെ തന്നെ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടാകുകയാണ് മാറണം എന്നുള്ളത്. ഫൈൻ, 100% മേ ബി നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങൾ പല രീതിയിലുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ശ്രമങ്ങളും പല രീതിയിലുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, മാറ്റുന്നുണ്ടാവും. ഇനി ഇതേ നിങ്ങൾ പറയാണ്, എനിക്കല്ല മാറേണ്ടത്, എന്റെ ഭർത്താവിനാണ് മാറേണ്ടത്, അല്ലെങ്കിൽ എന്റെ ഭാര്യക്കാണ് മാറേണ്ടത്, അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള മറ്റൊരു വ്യക്തിക്കാണ് മാറേണ്ടത്. പോസിബിൾ ആണോ? അല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. മറ്റൊരാൾ, ഇതിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് ആ ചിന്ത വരണം. മറ്റൊരാൾക്ക് എന്നിലേക്ക് ഒരു ചിന്ത അടിച്ചേൽപ്പിക്കാൻ പറ്റൂല. ചിലപ്പോ ഇങ്ങനെ കുറെ ഉപദേശിക്കാം, അങ്ങനെ ചെയ്യേ, നിങ്ങൾ ഇതാണ് റിയാലിറ്റി, അവരെ നിങ്ങൾ മനസ്സിലാക്ക്, അവരെ തിരിച്ചറി, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. വലിയ കാര്യമുണ്ടോ? വല്ല കാര്യമൊന്നുമില്ല. അവര് മാറണം എന്നുള്ളൊരു ചിന്ത അവർക്ക് തന്നെ വരണം. ഇവിടെയുള്ള നിങ്ങൾക്ക് എങ്ങനെ മാറാന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ സാധനങ്ങളൊക്കെ നീ അങ്ങനെയാവും, നിങ്ങൾ ആദ്യം സെൽഫ് വളർത്ത്, നിങ്ങളെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അങ്ങനെയൊക്കെ നിങ്ങൾ മറ്റൊരാളോട് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്തും പ്രതീക്ഷിക്കാം ആ ഒരു ഓപ്പോസിറ്റിലെ വ്യക്തിയിൽ നിന്നുള്ള മറുപടി. ചിലപ്പോൾ അതൊരു പ്രതികരണം കായികമായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെർബലി ആയിരിക്കാം, എന്തും ആയിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. മറ്റൊരാളെ ചേഞ്ച് ആക്കുക എന്നുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു പരിധി വരെ ഇത് നാച്ചുറലി ഉണ്ടാകുന്നതാണ്. അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്, അത് നമുക്ക് പറയല്ലോ, നമ്മളിപ്പോ മണ്ണ് കുഴിക്കുന്ന സമയത്ത് നമുക്കൊരു നിധി കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഒരാളെ തന്നിട്ടുള്ളത് നമ്മുടെ പാരന്റ്സ് ആണ്. ഓക്കെ, അവര് കണ്ടീഷണൽ അല്ലാത്ത രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ്. ഒരു പാർട്ട്ണർ അതുപോലെ കിട്ടണം എന്ന് പറയുന്ന സമയത്ത് പുറമേന്ന് നോക്കുമ്പോൾ തോന്നും ഇവർ അൺകണ്ടീഷണൽ ആണല്ലോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല അവരുടെ റിയൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത്, കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ലക്ക് തന്നെയാണ് ഒരു പരിധി വരെ. പിന്നെന്താ പറയാ, നമുക്ക് ഒരു പരിധി വരെ അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതൊരു ശ്രമമാണ്. അവിടെ എന്താ പറയാ വിജയ പരാജയങ്ങളൊക്കെ ഉണ്ടാകാം. അത് ഉൾക്കൊണ്ട് കണ്ടുള്ള എന്താ പറയാ ശ്രമമായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്നൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യെസ്, ക്ലിയർ ആയി. ഓക്കെ, ക്ലിയർ.
ഓക്കെ ഓക്കെ ഡൺ. അപ്പൊ ഇതുപോലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം നമ്മളിലും നമ്മൾ വളർത്താൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ വളർത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഒരു പരിധിവരെ അങ്ങനെ സ്നേഹിക്കാൻ തോന്നും. ഓക്കെ, ഒരു വ്യക്തി അങ്ങനെ ഉണ്ടല്ലോ, ഒരാളെ കണ്ടിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കും മാറണം, പുള്ളി എന്നെ ഇങ്ങനെയൊക്കെ പരിഗണിക്കുന്നില്ലേ. കുറെ നമ്മളിങ്ങനെ ഒരാളിങ്ങനെ അവോയ്ഡ് ചെയ്യും. എത്ര അവോയ്ഡ് ചെയ്തിട്ടും എന്തൊക്കെ അയാളെ നമ്മൾ ദ്രോഹം ചെയ്തിട്ടും അയാൾ നമ്മളോട് ഒരു തരി പോലും വെറുപ്പ് കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു പരിധി പോലും നമ്മളോട് ഒരു വിദ്വേഷം കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു ചിന്ത വരില്ലേ ഫൈനലി, ഓക്കെ ഇത് എന്താ പറയാ, ഇതുപോലുള്ള ഒരാൾ എനിക്ക് ഒരിക്കലും കിട്ടില്ല. ഇനി അഥവാ ചില സമയത്ത് നമ്മൾ ഉപേക്ഷിച്ചു പോയ ആളുകൾ തന്നെ എന്താ പറയാ പിന്നീട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് പണ്ട് നമ്മൾ കൊടുത്ത ആ സാധനം എന്താന്നുള്ളതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നു, തിരികെ വന്നാലും മതി. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ മാറുമ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മറ്റുള്ളവരെ മാറിയേക്കാം. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ടുള്ള ഒരുപാട് എല്ലാവരും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് കമന്റ് ചെയ്തു, വളരെയധികം സന്തോഷം. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളെ കുറിച്ച് പഠിക്കാൻ എങ്ങനെ പഠിക്കുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അതിനൊരു ഉത്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 26-ാം തീയതി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പേഴ്സണാലിറ്റി സൈക്കോളജിന്റെ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെയും നിങ്ങളുടെ ചുറ്റുപാടിലുള്ള വ്യക്തിത്വത്തെയും കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്യാം. ഈ ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, ആ നമ്പറിൽ തന്നെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ അവർ പറഞ്ഞുതരും എന്താണ് അതിനുള്ള പ്രക്രിയകള്, കാര്യങ്ങള്. 5 days ക്ലാസ് ആണ്, ഓൺലൈൻ ആണ്, റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും, നിങ്ങളെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് പേയ്മെന്റ് വരുന്നത് 600, ഓൾറെഡി ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, ഓൾറെഡി നമ്മുടെ വിംബിളിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് 500. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സോ ഗുഡ് നൈറ്റ്.